സദ്ഗുരുവേ ശരണം. സന്ധ്യാപ്രാർത്ഥന ചൊല്ലേണ്ട താളം ഗുരു ജനനിമാർക്ക് ചൊല്ലിക്കൊടുത്ത ആ ഗുരുവിന്റെ തന്നെ ശബ്ദത്തിൽ ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥന നമുക്ക് കേൾക്കാം. അത് ഗുരു ശിവഗിരിയിൽ നാരായണ ജയ ചൊല്ലുന്ന എങ്ങനെയാണെന്ന് ആ താളം ചൊല്ലി കേൾപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ അടുത്ത ഇതും ചൊല്ലി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു റെയർ ആയിട്ടുള്ള വോയിസ് ആണ്. ഗുരു തന്നെയാണ് ഇത് ചൊല്ലുന്നത്. അപ്പം നമ്മൾ പലരും പല വിധത്തിലാണ് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നത്. ഈ താളം ഈ ഒരു ലയം പഠിച്ചെടുത്തിട്ട് ഈ രീതിയിൽ ചൊല്ലണമെന്നാണ് ഗുരു ആഗ്രഹിച്ചിരുന്നത്. ജന്യമാർക്ക് അത് ചൊല്ലേണ്ട വിധം പറഞ്ഞു കൊടുക്കുന്നതും ഏതോ ജന്യമാര് കൂടെ ചെറുതായിട്ട് അത് കൂടെ ചൊല്ലുന്നതും നമുക്കിത് ശ്രദ്ധിച്ചാൽ കേൾക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഗുരുവാണിയിൽ ഗുരുവിന്റെ തന്നെ ശബ്ദത്തിൽ സന്ധ്യാപ്രാർത്ഥന എങ്ങനെയാ ചൊല്ലുന്നതെന്ന് നമുക്ക് കേൾക്കാം. ആ രീതിയിൽ ചൊല്ലണമെന്നാണ് ഗുരു ജന്യമാരോട് അന്ന് പറഞ്ഞത്. സദ്ഗുരുശരണം. നാരായണ ജയ 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 നാരായണ തവ പാദ സരോജം അകമേ വിലസുക നാരായണ ജയ 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 നാരായണ തവ പാദ സരോജം അകമേ വിലസുക നാരായണ ജയ പഠിക്കമിത്തനായ പിച്ചരുടാരിടം അറിയെങ്കിലും ചെമ്പരയും കർമ്മം ചെയ്തിഞ്ഞതങ്ങനെ ഇരിക്കുക ഇതല്ലാതില്ലെന്നും നരവിതേകിടാൻ ആസുരം ലോകമൊന്നുണ്ട് സൂര്യത്താലതാവൃതം മോഹമാത്മാത്മണ്ടാക്കൽ പോകുന്നു മുതരായതിൽ ഇളകാദേഹമായേറ്റം ജിതമാനസവേദമായി മുന്നിലാമതിനെത്താതെ നിന്നുപോ ഇന്ദ്രിയാബലി അത് നിൽക്കുന്നു പോകുന്നതോട് അന്യത്തിനപ്പുറം അതിൻ പ്രാണസ്പന്ദനത്തിൽ നവീനം സർവകർമ്മവും